إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയുടെയും തഖ്വയുടെയും കാരുണ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും മാസമായ റമദാനിൻ്റെ വിടപറച്ചലിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. ഇൻഖദാ റമദാൻ വബഖിയ റഹ്മാൻ. റമദാൻ അവസാനിച്ചിട്ടുണ്ട്, എന്നാൽ റഹ്മാനായ റബ്ബ് എന്നെന്നും ജീവിക്കുന്നവനാണ്. ഒരിക്കലും മരണം അവനെ ബാധിക്കുകയില്ല. അത്തരത്തിലുള്ള റബ്ബ് ബാക്കിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നത്, കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂമിയിലുള്ള എല്ലാ ആളുകളും അവർ നാശത്തിന് വിധേയമാകും, അവർ ഇല്ലായ്മക്ക് വിധേയമാകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഉദാരതയുള്ള നിന്റെ റബ്ബ് അവൻ ബാക്കിയാവുക തന്നെ ചെയ്യും, അവൻ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞു വെക്കുന്നത്. ലാ യകൂനു ലി അമലിൽ മുഅ്മിനി അജലുൻ. ഒരു മുഅ്മിനിന്റെ കർമ്മത്തിന്, ഒരു മുഅ്മിനിന്റെ സൽക്കർമ്മത്തിന് അവസാനമില്ല മരണമല്ലാതെ എന്നാണ്. എന്നിട്ട് ആയത്തോതി വെക്കുന്നത്, വഅബ്ദുർ റബ്ബക്. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. അതുകൊണ്ട് റമദാൻ അവസാനിച്ചാലും അള്ളാഹുവിൻ്റെ ബാധ്യതകൾ, അവനോടുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല, അത് ഇനിയും ബാക്കിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാത്തിനെയും പോലെ തന്നെ, എല്ലാ മാസങ്ങളെയും പോലെ തന്നെ ആ മാസം നമ്മോട് യാത്ര പറഞ്ഞു. റമദാൻ മഹത്വമുള്ള മാസമാണ്. മഹത്വമുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളായ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നലെ കേട്ട ഒരു വാർത്തയാണ്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മരണത്തിന് വിധേയമായി. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ സമയമാകുമ്പോൾ അവർ യാത്ര തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു ആ ചെറുപ്പക്കാരന് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൂർണ്ണമായും പുറത്തു മാപ്പാക്കി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരാളുടെ മരണത്താൽ, ഒരു മാസത്തിൻ്റെ വിടപറച്ചിൽ കാരണത്താൽ ഭൂമിയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവ്
നമുക്കുണ്ടാകണം. സൂര്യൻ ഉദിക്കാതെ പോയിട്ടില്ല, ഭൂമി വറ്റി വരളുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. കാലം ദ്രുതഗതിയിൽ സഞ്ചരിക്കുക തന്നെ ചെയ്യും. വസ്സഫറു ത്വവീൽ, യാത്ര അതിവിദൂരമായ യാത്ര ചെയ്യാൻ നമുക്കിനിയും ഒരുപാടുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ദുനിയാവും കഴിഞ്ഞ് ബർസഖും കഴിഞ്ഞ് അതിൽ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഓരോന്നും, സിറാത്തും അതോടൊപ്പം തന്നെ ഹൗളും അതോടൊപ്പം തന്നെ ഹിസാബും, ഇതെല്ലാം കടന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നത് അത് വല്ലാത്ത വിദൂരമായ ഒരുപാട് സഞ്ചരിക്കാനുള്ള യാത്രയാണ്. വസ്സാദു ഖലീൽ, എന്നാൽ നമ്മുടെ അടുക്കലുള്ള പാതയം, നമ്മുടെ അടുക്കലുള്ള സൽക്കർമ്മം അത് വളരെ തുച്ഛമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള സ്വഹാബാക്കളോട് വികാരഭരിതനായിക്കൊണ്ട് അങ്ങേയറ്റത്തെ ദേഷ്യത്തോടു കൂടി റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത കേൾക്കാൻ സാധിക്കാതെ പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ റസൂൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുത്തു മാറ്റുമെന്ന്. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമറിനോട് പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹു, ഉമറെ ഇരിക്കു ഉമറെ എന്ന് പറയുന്നു. 3 പ്രാവശ്യം പറഞ്ഞിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അമ്മാ ബഅദു ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ, നിങ്ങളിൽ ആരെങ്കിലും പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, റസൂല് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വമൻ കാന യഅബുദുല്ലാഹ്, അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട് എന്ന ആ ഒരു വാക്യം കേൾക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് എന്നാണ്. ഈ റമളാൻ കഴിഞ്ഞ് ഈ ഒരു ഖുതുബ കേൾക്കുന്ന സന്ദർഭത്തിലും നിങ്ങളോട് ഉണർത്താനുള്ളത്, മൻ കാന യഅബുദു റമദാൻ ഫഇന്ന റമദാന ഖദ് ഇൻതഹ, ആരെങ്കിലും റമളാനിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ റമളാൻ അവസാനിച്ചു പോയിട്ടുണ്ട്. വമൻ കാന യഅബുദുല്ലാഹ്, അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിച്ചത് എങ്കിൽ അല്ലാഹു ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, അല്ലാഹു ഒരിക്കലും മരിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് റമളാനിന്റെ അവസാനം ഉണ്ടായത് കൊണ്ട് തന്നെ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. റമളാനിൽ ആസ്വദിച്ച ആ ഇബാദത്തുകളുടെ ആസ്വാദനം നമ്മുടെ നാവിൽ തുമ്പിൽ നിന്ന് അത് എത്രയോ പെട്ടെന്ന് തന്നെ, അത് നുകരുന്നതിന് മുമ്പ് തന്നെ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആത്മാർത്ഥതയില്ലാത്തവനും ദൃഢനിശ്ചയമില്ലാത്തവനും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തവനും മാത്രമാണ് മറ്റുള്ള മാസങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഒരാൾ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും റമളാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ബാധ്യതകൾ അവൻ ഒരിക്കലും നിറവേറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില മുൻഗാമികൾ പറഞ്ഞു വെക്കുന്നത്, ബിഅ്സൽ ഖൗം, ഒരു സമൂഹം അവർ എത്ര മോശപ്പെട്ട സമൂഹമാണ്. ലാ യഅരിഫൂന ഹഖ്ഖല്ലാഹി ഇല്ലാ ഫീ റമളാൻ, അള്ളാഹുവിൻ്റെ ബാധ്യതകൾ അവർ മനസ്സിലാക്കുന്നത് റമളാനിൽ മാത്രമാണ്. റമളാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല. റമളാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബാധ്യതകൾ അവർ തിരിച്ചറിയുന്നില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. എന്തിനേറെ റമളാൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ, റമളാനിൻ്റെ വൈകുന്നേരത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച സിഗരറ്റുകൾ ചില ആളുകളെങ്കിലും അത് തൊട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് റമളാനിൽ നമ്മൾ നേടിയെടുത്തത്, എന്ത് തഖ്വയാണ് റമളാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്നാലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ചില ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. മാദാ ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞു ഇനി എന്ത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിലാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നീയത്ത്, അത് ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും നിഷ്കളങ്കമായ നീയത്തായിട്ട് നമ്മുടെ നീയത്ത് മാറേണ്ടതുണ്ട്. റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനിയുള്ള ജീവിതവും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നതിന് നല്ല നീയത്ത്, നല്ല മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ സാലിം ഇബ്നു അബ്ദില്ല എന്ന് പറയുന്ന വ്യക്തി കത്തെഴുതുന്നുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം ആ കത്തിൽ പറഞ്ഞു വെക്കുന്നത്, ഇഅ്ലം, നീ അറിയണം, അന്ന ഔനല്ലാഹി ലിൽ അബ്ദി അലാ ഖദ്രി നിയ്യ
ഒരു അടിമക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക അവന്റെ നിയ്യത്ത് അനുസരിച്ചിട്ടാണ്. ഫമൻ തമ്മത് നിയ്യതുഹു തമ്മ ഔനുല്ലാഹി ലഹു. നിയ്യത്ത് പൂർണ്ണമാണോ അള്ളാഹുവിന്റെ സഹായവും പൂർണ്ണമായിരിക്കും. വഇൻ നഖസത് നഖസ ബിഖദ്രിഹി. നിയ്യത്തിൽ കുറവുണ്ടോ അവന്റെ അള്ളാഹുവിന്റെ സഹായത്തിലും അവന് കുറവുണ്ടാകും എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നിയ്യത്തുണ്ട് എങ്കിൽ, നല്ല നിയ്യത്ത് നമുക്കുണ്ട് എങ്കിൽ റമളാനിന് ശേഷവും അള്ളാഹു നമ്മെ ഏറ്റെടുക്കും. റമളാനിന് ശേഷവും സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് അഹബ്ബുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അത് എത്ര ചെറുതാണ് എങ്കിലും എപ്പോഴും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ജീവിതത്തിലുണ്ടോ അതാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. സൈനബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത, ആ വനിത കയറ് കെട്ടിത്തൂക്കി ആ കയറ് പിടിച്ചുകൊണ്ടാണ് ക്ഷീണമുണ്ടാകുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നത്. ആ സന്ദർഭത്തിലാണ് പറഞ്ഞു വെക്കുന്നത് ഇത്രയും കഷ്ടപ്പെടേണ്ടതില്ല, ചെയ്യുന്നത് എത്ര ചെറുതാണ് എങ്കിലും എപ്പോഴും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഈ ഹദീസ് കേട്ടതിന് ശേഷം റസൂലിന്റെ സ്വഹാബാക്കളിൽ ഉണ്ടായ മാറ്റം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലിന്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് റസൂലിനോട് ഒരു സേവകനെ ആവശ്യപ്പെടുന്നുണ്ട്, ഒരു ഖാദിമിനെ ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഈ ദിക്റുകൾ ആവർത്തിക്കണം എന്നതായിരുന്നു മറുപടി. അതല്ലാതെ ഒരു സേവകനെ വെച്ചു കൊടുത്തിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അത് കേട്ടതിന് ശേഷം ഫമാ തറക്തുഹാ ബഅദു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ 3 ദിക്റുകൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നാണ്. ഇത് കേട്ട മാത്രയിൽ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ താങ്കൾ ഉപേക്ഷിച്ചിട്ടില്ലേ? സിഫീൻ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടായ രാത്രിയാണ്. മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം കഠിനമായ പ്രയാസത്തിന് വിധേയമായ ആ രാത്രി നിങ്ങൾ ഉപേക്ഷ വരുത്താൻ സാധ്യതയുണ്ടല്ലോ എന്നത് അനുസരിച്ചിട്ടാണ് സ്വഹാബാക്കൾ ചോദിച്ചത്. ആ സന്ദർഭത്തിൽ പറയുന്നത് വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രി പോലും ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നായിരുന്നു ആ സ്വഹാബിയുടെ മറുപടി. മറ്റൊരിക്കൽ ഉമ്മു ഹബീബ എന്ന സ്വഹാബി വനിത ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അവന് പണിയപ്പെടും, അവൻ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും എന്ന ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹ്, റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്, മഗ്തബ്തു അഹദൻ ഖത്തു, ഒരാളെയും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മുൻദു അലിംതു അന്നൽ ഗീബത തളുറു അഹ്ലഹാ, ഗീബത്ത് എന്നത് അവരുടെ കുടുംബക്കാർക്കും സ്വന്തത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും, വിഷമമുണ്ടാക്കും എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുകയാണ്. ആ ഇമാം ബുഖാരിയെയാണ് ചില അല്പജ്ഞാനികളായ ആളുകൾ, ചില വിവരദോഷികളായ ആളുകൾ യാതൊരു സത്യസന്ധതയും ഇല്ലാതെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീതി പുലർത്തണം എന്നാണ് വളരെ നസീഹത്തോടു കൂടി പറയാനുള്ളത്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അമലുകൾ ചെയ്തിരുന്ന സ്വഹാബാക്കൾ സ്ഥിരതയോടുകൂടി ചെയ്തിരുന്നു എന്നാണ്. ഒന്നാലോചിക്കേണ്ടത്, ജീവിതത്തിന്റെ ഈ ഒരു പ്രായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൽക്കർമ്മം, അത് എത്ര ചെറുതാകട്ടെ, ഞാൻ നിരന്തരമായി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ മാത്രം നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പറയുന്നത് ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും അത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നമ്മുടെ വിജയം. അതല്ലാതെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. റമളാനിന്റെ 30 ദിവസത്തിലും രാത്രി നിസ്കരിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 ദിവസം നമ്മിലൂടെ കടന്നുപോയപ്പോൾ ആ 4 ദിവസത്തിൽ ഒരു ദിവസം പോലും രാത്രി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ഈമാനാണ് റമളാൻ നമ്മിൽ ബാക്കി വെച്ചത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരുപാട് ആളുകൾ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പാരായണം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നോട്ടുള്ള 4 ദിവസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ജുസ് എങ്കിലും നമുക്ക് ഓതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമളാൻ കൊണ്ട് നമുക്ക് പരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ റമളാൻ നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടോ എന്നതിലുപരി അത് നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ലേ
എന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരാളുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ റമദാനിന് ശേഷവും റമദാൻ പോലെ ജീവിക്കാൻ സാധ്യമാവുക എന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ റമദാനിൽ ചെയ്തു വെച്ച കർമ്മങ്ങൾ അത് തുടർത്തുവാനുള്ള പരിശ്രമമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അതിനാദ്യമായി വേണ്ടത് ഏറ്റവും നല്ല നിയ്യത്താണ്. നിയ്യത്തുണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമാണ് ആലു ഇമ്രാൻ എന്ന അധ്യായം. ആ അധ്യായത്തിൽ ഒരു കഥ വരുന്നത്, ആ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇമ്രാനിന്റെ ഭാര്യയായ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി അത് ഏൽപ്പിക്കുകയാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടിയെ അർപ്പിക്കുകയാണ് എന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥന. അതിലൂടെയാണ് മറിയം എന്ന കുട്ടി ഉണ്ടാവുകയും ആ മറിയമിൽ നിന്ന് ഈസ എന്ന പ്രവാചകൻ ഉണ്ടാവുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. ഒരു ഉമ്മയിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് ഈസാ നബി. ആ ഈസാ നബിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് ഞാൻ എന്നത്. അതുകൊണ്ടാണ് ജീവിതം മുഴുവനും ഇബാദത്തിൽ ഏർപ്പെടുത്തി. എന്തിനേറെ ഈസാ നബി അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി. ഈസാ നബി വീണ്ടും ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിൽ വരുന്നുണ്ട്. ആ സന്ദർഭത്തിലും ഈസാ നബി ചെയ്യുന്നത് ഭൂമിയിലുള്ള ശിർക്ക് തുടച്ചു മാറ്റും, തൗഹീദ് സ്ഥാപിക്കും, ഭൂമിയിലുള്ള അനീതി അത് തുടച്ചു മാറ്റും, പകരം നീതി കൊണ്ടുവരും. ഇങ്ങനെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഈസാ നബിക്ക് സമർപ്പിക്കാൻ സാധിച്ചത് ഹന്ന എന്ന ആ സ്ത്രീയുടെ പ്രാർത്ഥനയായിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ കാരണമായി തീർന്നത് ആത്മാർത്ഥമായ ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നല്ല നിയ്യത്തുണ്ട് എങ്കിൽ നല്ല പ്രാർത്ഥനകൾ നമ്മിൽ വരും. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും എന്ന തിരിച്ചറിവുണ്ടാകണം. നല്ല നിയ്യത്തും അതോടൊപ്പം തന്നെ പ്രവർത്തനവും ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ അടുക്കൽ മലക്കുകൾ വരുന്ന രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവരാരോ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയും. സൂറത്തുൽ അഹ്ഖാഫിലെ 13-ാമത്തെ ആയത്തിലും പറഞ്ഞു വെക്കുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അവർ ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു വെക്കുന്ന വളരെ വേദന നിറഞ്ഞ വളരെ പേടിപ്പെടുത്തുന്ന വിശദീകരണമായി പറയുന്നത് അല്ലദീന ഖാലു റബ്ബുനല്ലാഹ് കസീർ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. വല്ലദീന ഇസ്തഖാമു ഖലീൽ, എന്നാൽ ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ തുച്ഛമാണ്, വളരെ കുറവാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ നിലനിൽക്കാൻ സാധിക്കണം. ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അത് അള്ളാഹുവിന് മാത്രം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ അവയവങ്ങളെ ക്രമീകരിക്കുക എന്നതാണ് വിഷയം. നമ്മുടെ കൈകാലുകൾ, നമ്മളുടെ എല്ലാ അവയവങ്ങളും അള്ളാഹുവിന് എങ്ങനെയാണോ തൃപ്തിയുള്ളതായി തീരുക ആ രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇസ്തിഖാമത്തോടു കൂടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുക. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇഖ്ലാസ് ഇല്ലേ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം. രാത്രി നീണ്ട നിസ്കാരം നിസ്കരിച്ചവനാണ് എങ്കിലും, സ്വത്തിന്റെ പകുതിയിലധികം സ്വതക്ക കൊടുത്തവനാണ് എങ്കിലും, എത്ര നല്ല പെരുമാറ്റത്തിന്റെ ഉടമയാണ് എങ്കിലും അവന്റെ ഇഖ്ലാസിൽ കുറവുണ്ടോ? ഒരിക്കലും അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അള്ളാഹുവിന് അത്തരം സൽക്കർമ്മങ്ങളുടെ ആവശ്യവുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്തിലേക്ക് വരണമെന്ന് ഏറെ ആഗ്രഹിച്ച ആളാണ് അബൂ ത്വാലിബ്. മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ അബൂ ത്വാലിബിനോട് ആവർത്തിച്ചു പറയുന്നുണ്ട്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് ആവർത്തിച്ചു പറയുകയും, എന്നാൽ തൊട്ടടുത്തുള്ള ആൾ തിരിച്ച് ഷിർക്കിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയരുത്. നമ്മുടെ പിതാക്കന്മാർ ഏതൊരു മതത്തിലാണോ ഉണ്ടായത്
ആ മതത്തിൽ തന്നെ നിലകൊള്ളണമെന്ന് പറയുകയും അവസാനം ആ മതത്തിലായിട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അബൂ ത്വാലിബിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഷാമിലേക്ക് യാത്ര പോയപ്പോൾ തൻ്റെ ഒരു മക്കളെയും കൂട്ടാതെ ആകെ അതിൽ ഉൾപ്പെടുത്തിയത്, ആ യാത്രയിൽ ഉൾപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തൻ്റെ ചേർത്ത് ഇരുത്താറുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ആ അബൂ ത്വാലിബിന് പോലും ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, അത്രയും സ്നേഹം നിറഞ്ഞ മനസ്സുണ്ടായിട്ടും അബൂ ത്വാലിബിന് എന്തുകൊണ്ട് ഹിദായത്ത് ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, പക്ഷെ ഹിദായത്ത് നൽകുന്നത് അത് അല്ലാഹുവാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു നൽകുന്നത്? വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്തിന് അർഹൻ എന്ന് അല്ലാഹുവിന് കൃത്യമായി അറിയാമെന്നാണ്. അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിരുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു, സുംഅത്തിന് വേണ്ടിയിട്ടായിരുന്നു, ആളുകൾ പറയണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റസൂലിനെ സംരക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ചിലപ്പോൾ സൽക്കർമ്മങ്ങളിൽ മുൻനിരയിൽ നമ്മൾ ഉണ്ടായേക്കാം, പ്രബോധനത്തിന്റെ വീതിയിൽ മുൻനിരയിൽ നമ്മൾ ഉണ്ടായേക്കാം, പക്ഷേ അതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അടുക്കൽ ഇഖ്ലാസ് വേണം. അതല്ല എങ്കിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹു മാത്രമായിരിക്കണം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കണം നമ്മൾ കാംക്ഷിക്കേണ്ടത്. അതാണ് പ്രതാപത്തിന്റെ മാർഗം, അതാണ് പ്രവാചകന്റെ മാർഗം, അതാണ് സഹാബത്തും തൻ്റെ അനുചരന്മാരും പഠിപ്പിച്ച മാർഗം. അതിൽ വല്ലാത്തൊരു ആസ്വാദനമുണ്ട്. ചെയ്യുമ്പോൾ അള്ളാഹു മാത്രം കണ്ടാൽ മതി, ഒരു സൃഷ്ടികളും കാണേണ്ട ആവശ്യം എനിക്കില്ല, ഒരു സൃഷ്ടിയുടെയും ശുക്ർ എനിക്ക് ആവശ്യമില്ല, ഒരു സൃഷ്ടിയും എന്നോട് നല്ലത് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഞങ്ങൾ ഭക്ഷിപ്പിക്കുന്നത് റബ്ബേ നിനക്ക് വേണ്ടിയിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല, ഒരു നന്ദി വാചകമോ ഒരു ശുക്രിന്റെ വർത്തമാനമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് മുഅ്മിനിന്റെ അടയാളമായിട്ട്, മുഅ്മിനിന്റെ പ്രസ്താവനയായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, റമളാനിന് ശേഷം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും നല്ല നിയ്യത്തായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ നല്ല നിയ്യത്ത് ഉണ്ടായി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഹിദായത്ത് ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ, സൽക്കർമ്മത്തിൽ ആരെങ്കിലും മുന്നേറിക്കഴിഞ്ഞാൽ അവന്റെ സൽക്കർമ്മത്തിൽ അല്ലാഹു വർധനവുണ്ടാക്കി കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശോധിച്ചു കഴിഞ്ഞാൽ, വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, എല്ലാ ഖൈറിലും റബ്ബേ നീ എനിക്ക് തുറവി നൽകണം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, ഇൻഖദാ റമദാൻ വബഖിയൽ ഈമാൻ, റമദാൻ അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈമാൻ അവസാനിച്ചിട്ടില്ല. ഇൻഖദാ റമദാൻ വബഖിയൽ ഖുർആൻ, റമദാൻ അവസാനിച്ചിട്ടുണ്ട്, ഖുർആനിന്റെ പാരായണം ബാക്കിയാണ്. ഇൻഖദാ റമദാൻ വബഖിയത്തിൽ ഇബാദാതു വദിക്റുർ റഹ്മാൻ, റമദാൻ അവസാനിച്ചു, ഇബാദാത്തുകളും അല്ലാഹുവിനെ സ്മരിക്കേണ്ട ദിനങ്ങളും ഇനിയും ബാക്കിയാണ് എന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ റമളാൻ അത് സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് റമളാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവുണ്ടാവുക. സൽക്കർമ്മങ്ങൾ തുടർത്തുക. സൽക്കർമ്മങ്ങൾ തുടർത്തുന്നവർക്കാണ് മംഗളവുമായി കൊണ്ട് മലക്കുകൾ അവരുടെ മരണനേരത്ത് വരിക എന്ന ഓർമ്മ കൂടി ഉണ്ടാവുക. രണ്ടാമതായി, റമളാനിന് ശേഷം എന്ത് എന്ന് ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിനെ ശത്രുവായി കാണണം എന്നുള്ളതാണ്. പിശാചിനെ ശത്രുവായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആ പിശാചിനെ കൂട്ടുകാരനായി കാണുന്ന അവസ്ഥയാണ് പല ആളുകൾക്കുമുള്ളത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് പുലരുക തന്നെ ചെയ്യും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിപ്പിച്ചു കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അതോടൊപ്പം തന്നെ വഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അതുകൊണ്ട് ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വളരെ വ്യക്തമായ ശത്രുവാണ് പിശാച് എന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം. പിശാച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മോട് ഏതെങ്കിലും ഒരാൾ
നമ്മെ കൊല്ലുമെന്ന് സത്യം ചെയ്ത് വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ ജാഗ്രത അവൻ്റെ വിഷയത്തിൽ നമ്മൾ വെച്ചു പുലർത്തും. കൊല്ലുമെന്ന് പറഞ്ഞവനാണ്, ഒരുപാട് ആളുകളെ കൊന്നിട്ടുമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷ്മത പാലിക്കും. പിശാച് അത്തരത്തിലുള്ള വാഗ്ദാനമാണ് എടുത്തിട്ടുള്ളത്. فقال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم ഷാക്കിരീൻ. അവരുടെ വലത്തെ ഭാഗത്തുകൂടിയും അവരുടെ ഇടത്തെ ഭാഗത്തുകൂടിയും അവരുടെ മുമ്പിലൂടെയും പിമ്പിലൂടെയും എല്ലാം ഞാൻ വന്നുകൊണ്ട് അവരെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ഞാൻ തെറ്റിച്ചു കളയുക തന്നെ ചെയ്യും എന്ന ശപഥമെടുത്ത ആളാണ് പിശാച് എന്നത്. അതുകൊണ്ട് ആ പിശാചിനെ, ആ ശൈത്താനിനെ നമ്മൾ ശത്രുവായി കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റൊരു ചോദ്യം നമ്മോട് ചോദിക്കുന്നത്, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ, പിശാചിനെയും പിശാചിന്റെ കൂട്ടാളികളെയും നിങ്ങൾ മിത്രമായിട്ടാണോ കാണുന്നത്? വഹും ലക്കും അദുവുൻ, ആ പിശാചാകട്ടെ നിങ്ങൾക്കുള്ള ശത്രുവാണ്. ബിഅ്സലിദ്ദാലിമീന ബദല, അക്രമകാരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മോശമായ കൂട്ടുകെട്ടാണ് അവർ തേടിയിട്ടുള്ളത്, അവർ കൂട്ടാളിയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, തിന്മയെ മാത്രം വെറുത്താൽ പോരാ. പല ആളുകളും പറഞ്ഞു വെക്കുന്നത് തിന്മയെ മാത്രം വെറുത്താൽ മതി എന്നാണ്. തിന്മയെ മാത്രം വെറുത്താൽ പോരാ, മറിച്ച് ആ തിന്മ പ്രേരിപ്പിക്കുന്ന, ആ തിന്മ പ്രചരിപ്പിക്കുന്ന, ആ തിന്മ ജനങ്ങളുടെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ പിശാചിനെയും നമ്മൾ വെറുക്കേണ്ടതുണ്ട്, ശൈത്താനിനെയും വെറുക്കേണ്ടതുണ്ട്. ഇതേപോലെയാണ് കുഫ്റിൻ്റെയും മറ്റു തിന്മകളുടെയും എല്ലാം അവസ്ഥ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി കാണണമെന്ന് പറയുമ്പോൾ പല ആളുകളും മനസ്സിൽ ധരിച്ചു വെക്കുന്നത് പിശാചിനെ ആരാണ് ശത്രുവായി കാണാതിരിക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, തിന്മകൾ പ്രചരിപ്പിക്കുന്ന പിശാചിന്റെ കൂട്ടാളികളായ ആളുകളാണ് പല ആളുകളും എന്നത്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി കാണണമെന്ന് പറയുമ്പോൾ തിന്മയെ ശത്രുവായി കാണാൻ, അത് പ്രേരിപ്പിക്കുന്ന ആളുകളെ ആ രൂപത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ മൂന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, റമളാനിന് ശേഷം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. സലഫുകളെ കുറിച്ച് പറയുന്നത് 6 മാസം റമളാൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ശേഷമുള്ള 6 മാസം റമളാനിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഒരു സലഫ്, ഒരു മുൻഗാമി, അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. എന്താണ് താങ്കളെ കരയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആയത്തോതി കൊടുക്കുന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സൽക്കർമ്മം സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു. അദ്ദേഹം അത് കേട്ട മാത്രയിൽ ഞാൻ മുത്തഖിയാണോ, എനിക്ക് തഖ്വയുണ്ടോ എന്ന നിലയിലാണ് അദ്ദേഹം ചിന്തിച്ചു വെച്ചത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമളാൻ കഴിഞ്ഞാലും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല. ആ ബാധ്യതകൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ തുടർത്തുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധേയമാക്കി തന്ന ഒരു നന്മയാണ് ശവ്വാലിലെ 6 നോമ്പ് എന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ആ സുന്നത്തിനെ സമീപിക്കേണ്ടത്. പല ആളുകളും അത്തരം സുന്നത്തുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഏറ്റവും നല്ലത് എന്നത് അത് ഉടനെ തന്നെ നോമ്പനുഷ്ഠിച്ച് വീട്ടുന്നതാണ്. പല ആളുകളും പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് അവസാനം ശവ്വാലും കഴിയുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശവ്വാലിലെ 6 നോമ്പിന്റെ പ്രതിഫലമായി എടുത്തു പറയുന്നത് കാന കസിയാമി ദഹർ, ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലമാണ് ഈ വരുന്ന ശവ്വാലിലെ 6 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുക
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുകയാണ്. അതിൽ ഏറ്റവും ഉത്തമമായ രൂപമെന്നത് 6 ദിവസവും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കലാണ്. ഇനി അങ്ങനെ സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ഇടവിട്ടിട്ട് അവർക്ക് എങ്ങനെയാണോ സാധിക്കുക ആ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, പല ആളുകളും ശവ്വാലുമായി ബന്ധപ്പെട്ട്, ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്, റമളാനിലെ നോറ്റു വീട്ടാനുള്ള നോമ്പും ശവ്വാലിലെ നോമ്പും ഒരേ നിയത്തിൽ നോമ്പ് നോൽക്കാൻ സാധിക്കുമോ എന്ന വിഷയം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫർള് നിസ്കാരവും റവാത്തിബ് നിസ്കാരവും ഒപ്പം നിസ്കരിക്കുക എന്ന ഒരു വിഷയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതേപോലെയാണ് ഇവിടെയും ഫർളായ നോമ്പും സുന്നത്തായ ഈ പറയുന്ന ശവ്വാലിലെ നോമ്പും ഒരേ നിയത്തിൽ അനുഷ്ഠിക്കുക എന്നത് ശരിയായ കാര്യമല്ല. അങ്ങനെ അനുഷ്ഠിച്ചാൽ ആ സുന്നത്ത് നോമ്പ് അത് വീടുന്നതല്ല, ഫർള് നോമ്പായിരിക്കും വീടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമെല്ലാമാണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് 2 നിയത്തുകൾ അവിടെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഒന്ന് ശവ്വാലിലെ നോമ്പ് എന്ന നിയത്തും മറ്റൊന്ന് തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പ് എന്ന നിയത്തും. അപ്പോൾ അവിടെ 2 പ്രതിഫലവും നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ഏറ്റവും പ്രാപ്തമായ ദിനങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പറയുന്ന 6 ദിവസത്തെ നോമ്പ് ഞാൻ എന്തായാലും നോറ്റ് വീട്ടും, ഞാൻ എന്തായാലും അത് നോക്കാൻ കഠിനമായി പരിശ്രമിക്കും എന്നൊരു നിയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ആ 6 നോമ്പ് എന്നത് നമ്മൾ റമളാനിൽ അനുഷ്ഠിച്ച 6 നോമ്പ്, അതിൽ വന്ന വീഴ്ചകളും അതോടൊപ്പം തന്നെ അതിനെ പൂർത്തീകരിക്കുന്നതുമാണ് ഈ 6 നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ചുരുങ്ങിയത് രാത്രി നമസ്കാരം ഇശാഇന് ശേഷമെങ്കിലും ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണവും പഠനവും അവസാനിക്കുന്നില്ല എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം. ചുരുങ്ങിയത് ഒരു പേജാണ് ഒരു ദിവസം പാരായണം ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ അതെങ്കിലും തുടർത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.